ഗായ്സ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. മാന്യ പ്രേക്ഷകർക്ക് പുതിയ വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. ഇപ്പോൾ ഷിഹാബ് ചോറ്റൂരിൻ്റെ ഹജ്ജ് യാത്രയും അതോടനുബന്ധിച്ച് നമ്മൾ ഷിഹാബ് ചോറ്റൂർ കടന്നു പോകേണ്ട വാഗ ബോർഡറിൻ്റെ കുറച്ച് ദൃശ്യങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഷിഹാബ് ചോറ്റൂരിൻ്റെ യാത്ര 110-ാമത്തെ 111-ാമത്തെ ദിവസത്തിലുള്ള അപ്ഡേഷനാണ്. കാരണം ഷിഹാബ് ഇന്നലെ രാത്രിയും ഇന്ന് പകലുമായിട്ട് ഏകദേശം 45 കിലോമീറ്റർ നടന്നു. തരൻ താരൻ തന്നെ ഒരു സ്ഥലത്ത്, അതായത് പഞ്ചാബിലെ ഒരു സ്ഥലത്താണ് സ്ഥലത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ഒരു പള്ളിയിലാണ് സ്റ്റേ ചെയ്തിട്ടുള്ളത്. വീഡിയോ ദൃശ്യങ്ങളൊക്കെ കാണാം. അതുപോലെ തന്നെ നമ്മളെ പാകിസ്ഥാൻ ബോർഡറായിട്ടുള്ള വാഗ ബോർഡറിലെ ആ ഒരു പരേഡുകൾ, അവിടെ ഷിഹാബിന് കടന്നു പോകേണ്ട ആ ഒരു സ്ഥലങ്ങളൊക്കെ ഒന്ന് നിങ്ങൾക്ക് വീഡിയോ ദൃശ്യങ്ങളായിട്ട് കാണാം. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക. അപ്പോൾ ആ ഒരു തരം താരം എന്ന സ്ഥലത്തേക്ക് ഷിഹാബിൻ്റെ കൂടെ ഒരുപാട് ആളുകൾ ഷിഹാബിനെ അനുഗമിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഹൈവേ നിന്ന്, അതായത് അമൃത്സർ ഹൈവേ നിന്ന് NH53 അതിൽ നിന്ന് കുറച്ച് തന്നെ മാറിയിട്ടാണ് ഷിഹാബ് ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് നേരിട്ട് അമൃത്സർ ഗോൾഡൻ ടെമ്പിളിലേക്കുള്ള റോഡിലാണ് ഈ താരാത്തൻ ഒരു തരം തന്നെ ടൗണുള്ളത്. ഓക്കെ, എനിവേ ഇനി ഏകദേശം കുറഞ്ഞ കിലോമീറ്ററിൽ മാത്രം, അതായത് 50 കിലോമീറ്ററിന് താഴെയായിട്ട് മാത്രമാണ്, 50 കിലോമീറ്ററിൻ്റെ അടുത്തൊക്കെ ആയിട്ടാണ് വാഗ ബോർഡറിലേക്കുള്ളത്. അത് 2-3 വഴികളുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് അത്ര പറയാൻ കാരണം. ഓക്കെ, അമൃത്സറിൽ നിന്ന് ഏകദേശം 30 കിലോമീറ്റർ, കറക്റ്റ് അമൃത്സറിൽ 30 കിലോമീറ്ററാണ് വാഗ ബോർഡറിലേക്കുള്ളത്. ഓക്കെ, അപ്പോൾ അവിടെ പള്ളിക്ക് മുന്നിലായിട്ട് ഷിഹാബ് തങ്ങുന്ന സ്ഥലത്ത് കുറച്ച് പോലീസുകാർ, പിന്നെ അതുപോലെ തന്നെ അവിടെയുള്ള ആളുകൾ, അതുപോലെ തന്നെ ഷിഹാബിനെ അനുഗമിച്ച് ആ പുറത്ത് സ്ഥലത്തു നിന്നൊക്കെ ആയിട്ട് വന്നവർ മുഖാൻ എന്ന സ്ഥലത്തു നിന്ന് യാത്ര ചെയ്ത് തരൻതാരൻ എന്ന സ്ഥലത്തേക്ക് ഏകദേശം 45 കിലോമീറ്റർ ഇന്നലെ രാത്രിയിലും ഇന്ന് പകലുമായിട്ട് ഏകദേശം 11:30 മണിയോടുകൂടി ഇവിടെ എത്തിക്കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ അവിടെയുള്ള ദൃശ്യങ്ങളൊക്കെ ഒന്ന് കാണാം. അപ്പോൾ ഇനി കുറഞ്ഞ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ അവിടെ കുറച്ച് സ്ത്രീകളും കുട്ടികളൊക്കെ ഒരു പള്ളിക്ക് മുന്നിലായിട്ട്, അതുപോലെ തന്നെ അവിടുത്തെ നാട്ടിലെ കാരണന്മാരായിട്ടുള്ള ആളുകൾ, സിഖ് മതക്കാരായിട്ടുള്ള ആളുകൾ, നാനാജാതി ജനങ്ങളും അവിടെ ഷിഹാബിനെ കാണാൻ വേണ്ടിയിട്ട്, ഹാജിയെ കാണാൻ വേണ്ടിയിട്ട്, ഷിഹാബായി കാണാൻ വേണ്ടിയിട്ട് അവിടെ വെയിറ്റ് ചെയ്തിരുന്നു. ആ ദൃശ്യങ്ങളൊക്കെ ഒന്ന് കാണാം. കുറച്ച് പോലീസുകാർ ഷിഹാബിൻ്റെ കൂടെ ഉണ്ട്, ഇന്നും കഴിഞ്ഞ സംസ്ഥാനങ്ങളുള്ളതുപോലെ തന്നെ. ഓക്കെ, അവിടെയുള്ള നാട്ടുകാരുടെ വിശേഷങ്ങളൊന്ന് കേൾക്കാം. ये गाँव का नाम क्या है? क्या डिस्ट्रिक्ट गए हो? तरनतारन डिस्ट्रिक्ट है। हाँ, इधर एक ही मस्जिद है क्या? ये मरकज़ है, महीने कोहर भी है, मरकज़ है बड़ी। हाँ, आप लोग इधर का लोकल है? यहाँ रहने वाले। ओके ओके, जो हाजी को मिल गया देखा, बहुत खुशी हुई जी, बहुत खुशी है ना? बहुत खुशी हुई। माशाल्लाह माशाल्लाह माशाल्लाह। ओके ओके, शुक्रिया। आप केरला से आए? केरला से हूँ। कितने दिन हो गए भाई को? 110 दिन में 110 दिन हो गए। കഴിഞ്ഞ് നമ്മളിതാ വാഗ ബോർഡറിൽ ഈ ഒരു സ്ഥലം നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് സ്കിപ്പ് ചെയ്യാതെ കാണാം. കാരണം അവിടെ 5:30 മണിക്ക് വൈകിട്ട് 5:30 മണിക്ക്, അതായത് വൈകുന്നേരം 3 മണി മുതൽ 3:30 മണി മുതൽ അവിടെ പ്രവേശനം തുടങ്ങും. ഒരുപാട് ആളുകൾ അങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് അട്ടാരി എന്ന് പറഞ്ഞ സ്ഥലമാണ് ഈ നിൽക്കുന്നത് കേട്ടോ. വാഗ ബോർഡർ എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ്റെ ബോർഡറാണ് ശരിക്ക്. അട്ടാരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ഒരു ബോർഡർ, നമ്മളെ ബോർഡറുള്ളത് അട്ടാരി എന്ന് പറഞ്ഞ സ്ഥലത്തും. അതുപോലെ തന്നെ വാഗ ബോർഡർ എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ്റെ അപ്പുറത്ത് കിടന്നിട്ടുള്ള ബോർഡറാണ് വാഗ ബോർഡർ. ഓക്കെ, ഇനി ഒരുപാട് ആളുകൾ, സ്ത്രീകളും കുട്ടികളൊക്കെ ആയിട്ട് ഒരുപാട് ടൂറിസ്റ്റുകൾ, അതായത് വിനോദസഞ്ചാരികളൊക്കെ അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഗാന്ധിയൻ തൊപ്പി ധരിച്ചിട്ടൊക്കെ ഒരുപാട് ആളുകളൊക്കെ അങ്ങോട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ടിക്കറ്റോ കാര്യങ്ങളൊന്നുമില്ല. ബോഡി ചെക്കപ്പിന് വിധേയനാവണം. അതായത് നമ്മൾ ആ ദൃശ്യങ്ങൾ കാണാം. അതുപോലെ തന്നെ തോക്കുധാരികളായിട്ടുള്ള നമുക്ക് ഇന്ത്യൻ മിലിറ്ററി സേനയൊക്കെ അവിടെ കാണാം. വളരെ വിശാലമായിട്ടുള്ള കാർ പാർക്കിംഗ് സൗകര്യങ്ങളൊക്കെ ഉണ്ട്. കാറ് പാർക്ക് ചെയ്യാൻ ബൈക്കിന് 13 രൂപയും മറ്റ് വാഹനങ്ങൾക്ക് അതിൽ കൂടുതലുണ്ട് തോന്നുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു പ്രവേശന കവാടമാണ് നിങ്ങൾ കാണുന്നത്. അതായത് ജെൻസും ലേഡീസും സെപ്പറേറ്റ് ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു ലൈനിൽ കൂടെ അങ്ങനെ, അതായത് തിരക്ക് നമ്മൾ ചെല്ലുന്ന സമയത്ത് തിരക്ക് കുറവാണെങ്കിലും കൂടിയിട്ട് പിന്നീട് തിരക്ക് കൂടിയിട്ടുണ്ട്. ഗാലറി നമ്മൾ ചെല്ലുമ്പോൾ ഗാലറി കയറി ആളുകൾ കയറി തുടങ്ങുന്നുള്ളൂ. ഇവിടെയാണ് ചെക്കിങ്, അതായത് മെറ്റൽ ഡിറ്റക്ടർ വെച്ചിട്ടും അതുപോലെ തന്നെ ബോഡി ചെക്കപ്പൊക്കെ ചെയ്തിട്ട്
ഫോണ് ക്യാമറ ഒന്നും പ്രശ്നമല്ല, പക്ഷേ ചാർജറുകൾ അതുപോലെ തന്നെ പവർ ബാങ്ക് ഒന്നും അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റാൻ പറ്റില്ല. മറ്റുള്ള മെറ്റൽ ഐറ്റംസ് ഒന്നും അതിൻ്റെ ഉള്ളിൽ കയറ്റാൻ പറ്റില്ല. അത് കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങുകയാണ്. ഇവിടുന്ന് ചെക്കപ്പ് കഴിഞ്ഞ് പുറത്തിറങ്ങി ഇനി അങ്ങോട്ട് ഗേറ്റിൻ്റെ അടുത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ആളുകൾ നിൽക്കുകയാണ്. പിന്നീട് ആ റോട്ടിൽ മിക്സ് ചെയ്തിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ അതേപോലെ ഒരു ലൈനൊന്നും കാര്യങ്ങളൊന്നും ഇല്ലയാണ്. അതായത് നിങ്ങൾക്ക് ആ ഒരു സ്ഥലത്തുള്ള വീഡിയോ ദൃശ്യങ്ങൾ പൂർണ്ണമായിട്ട് പകർത്തി വ്യക്തമായിട്ട് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതൊക്കെ സന്ദർശിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ. അതുപോലെ തന്നെ ഗോൾഡൻ ടെമ്പിളൊക്കെ കാണേണ്ടതാണ്. ഗോൾഡൻ ടെമ്പിളിൻ്റെ വീഡിയോ നമ്മൾ സെപ്പറേറ്റ് ആയിട്ടൊന്ന് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു രാത്രി ദൃശ്യങ്ങൾ. ഓക്കെ, എനിവേ ഈ ഒരു ബോർഡറിൽ എന്നും വൈകിട്ട് ഞായറാഴ്ച പ്രത്യേകിച്ച് ഒരു പരേഡ് നടക്കുന്നുണ്ട് BSFൻ്റെ. അതായത് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് എന്നാണ് BSFൻ്റെ ഒരു പരേഡ് നടക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സ്ഥലത്തേക്ക് ഒരുപാട് ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങൾ ഈ ഒരു ഇന്ത്യ രാജ്യത്തിൻ്റെ പല ഭാഗത്തു നിന്നുള്ള ആളുകൾ അവിടെ കണ്ടിട്ട് നമ്മൾ. അതുപോലെ തന്നെ കൊറിയൻസ്, അതുപോലെ തന്നെ ഇംഗ്ലീഷ് ആളുകൾ, അതായത് ഓസ്ട്രേലിയ, മറ്റുള്ള അങ്ങനെ യൂറോപ്പിൽ നിന്നായിട്ടും അതുപോലെ തന്നെ അമേരിക്കൻ കൺട്രീസിൽ നിന്നൊക്കെ ആളുകൾ ഈ ഒരു സ്ഥലത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വളരെ വിശാലമായ റോഡ്, നല്ല മനോഹരമായിട്ട് ഭംഗിയിലൊക്കെ പണിതിട്ടുള്ള റോഡിൻ്റെ ഡിവൈഡറുകൾ കാര്യങ്ങളൊക്കെ കാണാം. ആളുകളങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നിലൊക്കെ ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അവിടേക്ക് ടൂറിസ്റ്റ് ബസ്സിന്, അതായത് ബസ് സർവീസ് ഉണ്ട് അമൃത്സറിൽ നിന്ന്. അതുപോലെ തന്നെ അമൃത്സർ ഗോൾഡൻ ടെമ്പിളിൻ്റെ മുന്നിൽ തന്നെ ഒരുപാട് വാഹനങ്ങൾ നമുക്ക് കിട്ടും യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട്. ടാക്സികളും അതുപോലെ തന്നെ ഓട്ടോകളൊക്കെ അങ്ങോട്ട് പോകുന്നുണ്ട്. നമ്മളാ കാണുന്നതാണ് ഗാലറിയാണത്. ഗേറ്റ് അതിനുള്ളിലായിട്ടാണ്. ഇത് ജനങ്ങൾക്ക് പബ്ലിക്കിന് ഇരിക്കാൻ വേണ്ടിയിട്ട് ഗാലറിയാണ്. അതുപോലെ തന്നെ VIP സെക്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ മുമ്പ് റിസർവ് ചെയ്തവർക്ക് റിസർവേഷൻ ഉണ്ട്. പിന്നെ നമ്മൾ ചെല്ലുമ്പോൾ അവിടെ ഒരു മിലിറ്ററിയുടെ വാഹനം, അതുപോലെ തന്നെ അതിന് മുന്നിലായിട്ട് കുറച്ച് ആളുകളൊക്കെ ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്യുന്ന ദൃശ്യങ്ങൾ. ഇന്ത്യ ആ ഒരു ഗേറ്റ് കാണുമ്പോൾ, ആ ഒരു ബോർഡർ കാണുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ് നമുക്ക് ആ ഒരു പതാക, ഇന്ത്യൻ്റെ പതാകയൊക്കെ ഉണ്ട് അവിടെ. അതുപോലെ തന്നെ പാകിസ്ഥാൻ്റെ പതാക. സത്യത്തിൽ നമ്മളെ സഹോദര എന്താ പറയുക അയൽ രാജ്യമാണ് എങ്കിലും കൂടിയിട്ട് രണ്ട് രാജ്യക്കാർ തമ്മിൽ ആ ഗേറ്റ് തുറന്നിട്ട് രണ്ട് രാജ്യത്തിലെ മിലിറ്ററികൾ തമ്മിൽ കൈയൊടുക്കുന്ന ദൃശ്യങ്ങളൊക്കെ കാണാം. അവിടെ അതിന് മുന്നിലായിട്ടൊരു അശോകസ്തംഭം സ്ഥാപിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ഇങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ മെയിൻ കവാടം. ആ ഒരു മെയിൻ കവാടത്തിലൂടെ റിസർവേഷൻ അതുപോലെ തന്നെ VIP ആളുകളാണ് കയറി പോണത്. ഇടത് സൈഡിലൂടെ, ഇവിടുന്ന് ഗേറ്റിൻ്റെ ഇടത് സൈഡിലൂടെ കയറിയിട്ടാണ് നമ്മൾ ഗാലറിയിലേക്ക് എത്തുക. ഗാലറിയിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ ആളുകളെ തിരിച്ചുവിടാൻ വേണ്ടിയിട്ട് BSF എന്ന് പറഞ്ഞാൽ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് കേട്ടോ. ഇതിൽ ഇടത് വശത്തൂടെ കയറി കഴിഞ്ഞാൽ ഈ മോളക്കഥ ഇന്ത്യൻ പതാകയൊക്കെ മുഖത്ത് ചായം പൂശിയിട്ട് ആ ഒരു ഗാലറിയിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു ഗാലറിയിലേക്ക് കയറുന്ന കവാടം. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. കാരണം ഇനി ഒരുപാട് പരേഡുകൾ, പിന്നെ മ്യൂസിക് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. കാരണം അവിടെ ഒരുപാട് ഇന്ത്യൻ ആർമിയുടെ അതുപോലെ തന്നെ നമ്മളെ ഭാരതത്തിൻ്റേതായിട്ടുള്ള ഒരുപാട് മ്യൂസിക്കുകളൊക്കെ അവിടെ എന്താ പറയുക ഓൺ ചെയ്തിരുന്നു. അതായത് അത് നമുക്ക് കോപ്പിറൈറ്റിൻ്റെ കാരണം കൊണ്ട് നമ്മൾ അത് ഒഴിവാക്കിയിട്ടുണ്ട്. അതിനുള്ളിൽ കയറി ഒരു സ്ഥലത്തായിട്ട് നമ്മൾക്ക് ആ ഒരു മുനാരം പോലെ പതാക പാർക്കുന്ന സ്ഥലത്തായിട്ട് ഗാന്ധിജിയുടെ ഫോട്ടോ, അത് കഴിഞ്ഞിട്ട് ഇടത് സൈഡിലായിട്ട് നമുക്ക് കാണാം പാകിസ്ഥാൻ്റെ ബോർഡർ, പാകിസ്ഥാൻ്റെ ഗേറ്റ്. അവിടെ ആയിട്ട് മുഹമ്മദ് അലി ജിന്നയുടെ ഫോട്ടോ ഉണ്ട്. അപ്പോൾ അത് ഒരുപാട് മക്കൾ എല്ലാവരും, ഗാലറി ഫുള്ളാവുന്നതേ ഉള്ളൂ കേട്ടോ, ആളുകൾ വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ. എല്ലാവരും ആ ഒരു പരേഡിന് വേണ്ടിയിട്ട്, ആ ഒരു സമയത്തെ കാഴ്ച കാണാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്നവരാണ്. പല സ്ഥലങ്ങളിൽ നിന്ന്, പല സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നവർ, പല രാജ്യത്തു നിന്ന് വന്നവരെ ആളുകളൊക്കെ നമുക്കവിടെ കാണാൻ പറ്റി. എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. അതായത് മനോഹരമായിട്ടുള്ള എന്താ പറയുക ആ ഒരു രംഗത്തിന്, അതായത് ആ ഒരു പരേഡ് കാണാൻ വേണ്ടിയിട്ട്.
അതെ, കുറച്ച് നേരം ഗേറ്റ് തുറന്ന് വെച്ചിട്ട് പിന്നീട് ഏകദേശം 5:45 ഗേറ്റ് തുറന്ന് 6 മണിയുടെ അടുത്തിട്ട് ഗേറ്റ് അടയ്ക്കുകയും ചെയ്തു. അത് കഴിഞ്ഞ് ആ ദൃശ്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടു. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. അത് കഴിഞ്ഞിട്ട് പൊതുജനങ്ങളായിട്ടുള്ള ആളുകൾ, അതായത് പബ്ലിക്കൊക്കെ പുറത്തിറങ്ങിയിട്ട് പിന്നെ പരേഡ് കഴിഞ്ഞിട്ട് ഏകദേശം 6:15 കൂടിയിട്ട് പരിപാടി ക്ലോസ് ചെയ്യുകയും പുറത്തിറങ്ങുകയും ചെയ്യുന്ന ആ പുറത്തിറങ്ങിയിട്ട് പോകുന്ന ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണുന്നത്. അതുപോലെ ഞാൻ ആദ്യമേ പറഞ്ഞു, ടിക്കറ്റ് കാര്യങ്ങളൊന്നുമില്ല, ചെക്കപ്പ്, ബോഡി ചെക്കപ്പ് മാത്രമേ ഉള്ളൂ. ആ ഒരു മെയിൻ കവാടത്തിന് മുന്നിലായിട്ട് ആളുകൾ പുറത്തിറങ്ങുന്ന ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ മലയാളികളായിട്ടുള്ള കുറച്ച് ആളുകളെ കണ്ട് അവരൊക്കെ ഒന്ന് പരിചയപ്പെട്ടിട്ട് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം. നമ്മൾ ഒരു 3-4 മലയാളീസിനെ നമ്മൾ ഈ ഒരു വാഗ ബോർഡറിൽ നിന്ന് പാകിസ്ഥാൻ്റെ നമ്മളെ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ അതിർത്തിയിൽ നിന്ന് കണ്ടുമുട്ടിയതാണ്. എൻ്റെ പേര് രോഹിത്, സ്വാതി, നിഷ, അനഘ. ഇവിടെ ചുറ്റി കറങ്ങാൻ വേണ്ടി വന്നാ? എത്ര ദിവസമായി നാട്ടിൽ വന്നിട്ട്? 5 ദിവസമായി. ഫ്ലൈറ്റിന് വന്നതാ? അല്ല, ഏതായാലും കണ്ടുമുട്ടിയിൽ വളരെ സന്തോഷം കേട്ടോ. ഓക്കെ, താങ്ക് യു. തിരുവനന്തപുരത്ത് നിന്ന് വന്നവരാണ്. അവരൊക്കെ ഇവിടെ കറങ്ങിയിട്ട് ആ പരേഡൊക്കെ കണ്ടിട്ട് തിരിച്ചു പോവാണ്. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് ഡാൻസ് കാര്യങ്ങൾ, പിന്നെ മിലിറ്ററി പരേഡുകളൊക്കെ ആ ഒരു ഭാഗത്തുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ, എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓക്കെ, ബൈ, താങ്ക് യു.